10-40 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്ന മെരുക്കപ്പെട്ട ആനകളുടെ, ഈ മെരുക്കപ്പെടുക എന്നുള്ള പ്രയോഗം ആപേക്ഷികമാണ്. കാരണം എത്ര നിങ്ങൾ മെരുക്കി എന്ന് പറഞ്ഞാലും കാട്ടുമൃഗം തന്നെയാണ്. എങ്കിൽ തന്നെയും 2000-ലധികം ആനകൾ, അതിൽ 1500-ലധികം ആനകൾ എഴുന്നള്ളിക്കാൻ യോഗ്യതയുള്ളവയായിട്ടുണ്ടായിരുന്നു. 40 വർഷം കഴിയുമ്പോഴത്തേക്ക് ആനകളുടെ എണ്ണം 400 ചില്ലാനായി കുറഞ്ഞു. അതിൽ എഴുന്നള്ളിക്കാൻ യോഗ്യതയുള്ള ആനകളുടെ എണ്ണം 300 ചില്ലാനായി കുറഞ്ഞു. ആന എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണമോ ആയിരക്കണക്കിനായി. ഒരു വർഷം 25,000 ആനകളെ കേരളത്തിൽ എഴുന്നള്ളിക്കുന്നു എന്നാണ് സാമാന്യമായ കണക്ക്. ഈ 25,000 എന്ന് പറഞ്ഞാൽ ആകെ 300 ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ആന എത്ര സ്ഥലത്തേക്കാണ് വളരെ വേഗതയിൽ ഓടുന്ന ലോറിയിൽ കൊണ്ടുപോകപ്പെടുന്നത്? അതിന്റെ ശരീരത്തിന്റെ മുഴുവൻ ബാലൻസ് തെറ്റി അത് നയിക്കപ്പെടുകയാണ്. ആ പാവം ജന്തു ഈ ഭീമാകാരമായ ശരീരത്തോടുകൂടി ഭയവിഹ്വലതയോടുകൂടി നിയന്ത്രണത്തിന് വിധേയമായി നിൽക്കുകയാണ്. ആ സമയത്താണ് അപ്പുറത്ത് കരിവരുന്നത്. ഈ അശാസ്ത്രീയമായ ആചരണങ്ങൾ നിർത്തിയേ മതിയാവും. ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്നത് നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. ശാസ്ത്രീയമായ രീതി എന്ന് പറയുമ്പോൾ ഒരു ആനയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏത് ജന്തു ആവട്ടെ, അതിന് ഇത്ര വിശ്രമം വേണമെന്ന് നിയമമുണ്ട്. അതിന് ശാസ്ത്രീയമായ കണക്കുകളുണ്ട്. അതിനനുസരിച്ച് അതിന് വിശ്രമം വേണം. അതിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. അസ്ഥ്യായുർവേദം, മാതംഗലീല തുടങ്ങിയവ മനസ്സിലാക്കിയവരാണ് ആനയെ പരിപാലിച്ചിരുന്നത്. ഇന്ന് എത്ര പേരുണ്ട് അങ്ങനെ? ഇന്നിപ്പോൾ ഹസ്ത്യായുർവേദം പോട്ടെ, വെറ്റിനറി ഡോക്ടർമാർ മതി, തീർച്ചയായിട്ടും മതി. ഡോക്ടർമാരുടെ അംഗീകാരം അനുസരിച്ചാണോ ഇപ്പോൾ ചെയ്യുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ ഏതൊരു മനുഷ്യനും. അത് നിങ്ങൾക്ക് കൊള്ളാം, തള്ളാം. നമ്മൾ പൂരങ്ങൾക്കോ വേലകൾക്കോ എതിരല്ല, അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും.